ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിന് നല്ല സംശയം തോന്നുകയാണ് കേട്ടോ വേദേനെ. അങ്ങനെ വർഷ പറയാണ് രണ്ടുപേർക്കുള്ള ആഹാരം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മുറി അടച്ചിരിപ്പാണ് എപ്പോഴും. ഞാനൊന്ന് സെർച്ച് ചെയ്യാൻ നോക്കി. ആ സമയത്ത് മുറിയാകെ മരുന്നുകളുടെ മണമായിരുന്നു. ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ എന്നോട് തട്ടിക്കയറാൻ വരിക. അവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അവൾ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന്. അത് അവളുടെ സ്വഭാവത്തിലും ആ ഒരു രീതിയിലൊക്കെ വ്യക്തമാകുന്നുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രീകാന്തിനും ആകെ സംശയം തോന്നുകയാണ്. അങ്ങനെ ശ്രീകാന്ത് രാത്രിയിൽ മുറിയിലേക്ക് ചെല്ലുമ്പോൾ മുറിയിൽ ഇങ്ങനെ കൊട്ടുമ്പോഴത്തേക്കിന് ആരാന്ന് ചോദിക്കുമ്പോൾ ആരാന്ന് പറഞ്ഞാൽ നീ വാതിൽ തുറക്കുള്ളൂ എന്ന് ദേഷ്യത്തോട് ചോദിക്കാൻ കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ വേദ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ശ്രീകാന്തുമായിട്ട് സംസാരിക്കുകയാണ്. ആ സമയത്ത് രണ്ടുപേരും വഴക്കുണ്ടാക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ എന്തിനാ എപ്പോഴും മുറിക്ക് അടച്ചിരിക്കുന്നത്, നീ ആരാന്ന വിചാരം നിൻ്റെ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ, അല്ല എൻ്റെ മുറിയിലല്ലേ ഞാൻ ഇരിക്കുന്നത്, വേറെ ആരുടെയും മുറിയിലല്ലല്ലോ, നിൻ്റെ മുറിയോ, ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് പണ്ടേ നീ ഇവിടുന്ന് പോയതല്ലേ, ഇപ്പം ഇവിടുന്ന് പൊട്ടിമുളച്ച് വന്നതാ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, നിനക്കുള്ള അതേ അവകാശം എനിക്കും ഈ വീട്ടിലുണ്ട്. ഞാനും ഇവിടുത്തെ ശങ്കരനാരായണൻ്റെ മകൾ തന്നെ. അതിന് ഏതൊക്കെ ആറ്റിൽ പോയാലും എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും ഞാൻ അവസാനം ഇവിടെയൊക്കെ തന്നെ തിരിച്ചെത്തുകയുള്ളൂ. പിന്നെ വിവാഹം കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടികൾക്ക് ആ വീടിന് ഒരു അവകാശവും ഇല്ലേ, അവർ തിരികെ ആ വീട്ടിലേക്ക് തന്നെ വരേണ്ടവരല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, നിൻ്റെ വിചാരവും നീയൊക്കെ എന്താണെന്ന് എനിക്കറിയാം. നീ ആദ്യം വലിയ വീമ്പിളക്കുന്ന കേട്ടില്ല, നിനക്കൊന്നും വേണ്ടാന്ന്, ഇപ്പോൾ നീ ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത് എന്തിനാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയുമ്പോൾ വേദയ്ക്ക് ദേഷ്യം വരികയാണ്. വേദ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നാളും പറഞ്ഞിരുന്നത് എനിക്ക് ഈ സ്വത്തുക്കളൊന്നും വേണ്ട, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്നൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇനി ഞാനതങ്ങനെ വെറുതെ വിടുന്നില്ല. എൻ്റെ പേരിലെ മുത്തച്ഛൻ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പോകുകയുള്ളൂ. താനേ അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരും, താനീ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. തൻ്റെ അമ്മായിപ്പനും തൻ്റെ കെട്ടിയോളും കൂടെ ചേർന്നിട്ട് എന്തൊക്കെ കുലിമാല എവിടെ ഒപ്പിക്കുന്നത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടേ അതിന് വെച്ച് വെള്ളം ഈ വേദനെടുക്കൽ നടക്കില്ല കേട്ടോ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വിക്രമിൻ്റെ കാര്യം കൂടെ എടുത്തിടുകയാണ്. വിക്രം എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് നിനക്ക് നന്നായിട്ടറിയാം, അവനൊരു കൊലയാളിയാണ്. ആ കൊലയാളിനെയാണ് നീ സംരക്ഷിക്കുന്നത്, നീ മറന്നു പോകരുത്. അതും മാത്രമല്ല നിൻ്റെ അനിയത്തി സ്നേഹിച്ചിരുന്ന ഒരുത്തനെ കൊന്നത്, അതും നീ മറക്കരുത് എന്നൊക്കെ പറയുമ്പോൾ, ഒയ്യോ അനിയത്തി സ്നേഹിച്ചിരുന്ന ഒരുത്തൻ, അതിനെന്ത് സപ്പോർട്ടായിരുന്നെന്ന് വെച്ചാൽ ചേട്ടാ എന്തിനാ വെറുതെ ഇങ്ങനെ വായിൽ കോലിട്ടിളക്കുന്നത്, എന്തിനിങ്ങനെ കള്ളത്തരം പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ കള്ളത്തരമൊന്നും അല്ല പറഞ്ഞത്, ഞാൻ സത്യസന്ധമായ കാര്യം തന്നെയാണ് പറഞ്ഞത്. ആ ഒരു ക്രിമിനലിനെയാണ് നീ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ, ആ വാസവനാണെങ്കിൽ അവൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ അവൻ്റെ കഥ കഴിഞ്ഞു, അവൻ്റെ ജീവൻ എടുക്കാനിരിക്കുക, പിന്നെ നീ വിധവയുടെ കോലത്തിൽ അവിടെ നിൽക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, വിധവയുടെ കോലത്തിലൊക്കെ ആര് നിൽക്കേണ്ടി വരുമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വിക്രമിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വാസവൻ പോയിട്ട് ഒരുത്തം പോലും വിക്രമിനെ തൊടാൻ പോലും ഒന്ന് ഭയക്കും. വിക്രമിൻ്റെ ഭാഗത്ത് ഒരുവിധ തെറ്റുമില്ലാതെ തെളിവുകളോട് തെളിയിച്ചതിന് ശേഷം മാത്രമേ വിക്രം പുറത്തു വരികയുള്ളൂ. അങ്ങനെ വിക്രം പുറത്തു വന്നതിന് ശേഷം കാണേണ്ടവരെയൊക്കെ നന്നായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്, ഈ തെറ്റ് ചെയ്തവരാരാന്ന് സമൂഹത്തിന് മുൻപിൽ കൊണ്ടുവരികയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുകയാണേ. ഇതെല്ലാം കേട്ട് ശങ്കരനാരായണൻ മേളിലേക്ക് കയറി വന്നിട്ട് എന്താ ഇത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വേദ പറയാണ്, ഞാൻ എങ്ങനെ ഇവിടെ വന്നതെന്നും എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്നും അതിനൊക്കെ കാരണക്കാരൻ ചേട്ടനാണെന്നൊക്കെയുള്ള കാര്യം ഞാനങ്ങ് വിളിച്ചു കൂവട്ടെ, ചേട്ടൻ ചെയ്ത ഓരോ തോന്നിവാസങ്ങളും ഞാനങ്ങ് വിളിച്ചു പറയട്ടെ, അതൊക്കെ പറഞ്ഞാലേ ചേട്ടൻ നാറും, ഈ വീട്ടിൽ തന്നെ നിൽക്കാനുള്ള യോഗ്യത ചേട്ടനില്ല, അതുകൊണ്ട് എന്നെക്കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കരനാരായണനോട് പറയുന്നുണ്ട്, അച്ഛ എല്ലാവർക്കും സംശയം ഈ റൂമിൽ ആരെയോ ഉണ്ട് എന്നൊക്കെ, അതുകൊണ്ട് അച്ഛൻ തന്നെ കയറി എല്ലാം പരിശോധിച്ചിട്ട് ഇറങ്ങിക്കോ എന്ന് പറയുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഈ റൂമിൽ ആരിയ്ക്കാൻ, അല്ലാതെ അതുമല്ല ഇത്രയും പേര് ഈ വീട്ടിലുള്ളപ്പോൾ ഒരാളെ അങ്ങനെ ഒളിപ്പിച്ച് താമസിക്കാൻ കഴിയുമോ എന്നൊക്കെ പറയാൻ കേട്ടോ. വിക്രമിനെ ഇവിടെ കയറ്റി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന വെപ്പ്, അതിനെ കെട്ടിയോനും ഒക്കെ ഇപ്പം അന്ന് അന്വേഷണം കഴിഞ്ഞിട്ട് പോയതേ ഉള്ളൂ, ഇനി അമ്മായിപ്പനും കൂടെ വരാനിരിക്കുമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ, നീ എന്തിനാ അച്ഛൻ്റെ മെക്കിട്ടേക്ക് കയറുന്നത്, ഞാൻ ചുമ്മാ നിന്നെ ഒന്ന് കാണാൻ വന്നതേ ഉള്ളൂ, അതിന് നീ ഇങ്ങനെയൊക്കെ കെട്ടിപ്പടുത്തേണ്ട കാര്യമൊന്നുമില്ല, ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഇയാളെ ഓരോ കഥകൾ മെനയുന്നതാ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ കയറി പോകുമ്പോൾ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, എടാ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, അവൾ ഈ വീട്ടിൽ വന്നതിൻ്റെ കാരണക്കാരൻ നീയാണെന്നാണല്ലോ പറഞ്ഞത്, എന്താ അതിൻ്റെ കാരണം, എന്താന്നൊക്കെ ഇപ്പോൾ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് ഉരുണ്ട് കളിക്കുകയാണേ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛാ അവളത് ചുമ്മാ പറയുന്നതാ, ഞാൻ അവളോട് കുറേ പറഞ്ഞിരുന്നു, അവൻ ക്രിമിനലാണ്, അവൻ ഗുണ്ടയാണ്, അതുപോലെ തന്നെ അവൻ ഒരുപാട് കേസിലെ പ്രതിയും, അതുപോലെ തന്നെ ഒരു മനുഷ്യത്വം ഇല്ലാത്തവനാണ്, നിൻ്റെ ഭാവി അവിടെ വെച്ച് തൊലഞ്ഞു പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ബ്രെയിൻ വാഷൊക്കെ ചെയ്തു, അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നത്, അന്നേരമായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത്, അവളെ ആർക്കും തിരുത്താൻ കഴിയില്ല, അച്ഛൻ കുറേ പുന്നാരിച്ച് തലക്കയറ്റി വെച്ചല്ലേ അതിൻ്റെ ഗുണമാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങനെ പോവുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശങ്കരൻ നാരായണൻ ഒരുപാട് സങ്കടമാകുകയാണ് കേട്ടോ.
അപ്പോൾ ഈ വിവരങ്ങളൊക്കെ തന്നെ വർഷയുടെ അച്ഛനെ വിളിച്ചിട്ട് ശ്രീകാന്ത് പറയുമ്പോൾ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇതൊക്കെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന കേസല്ല, തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്തോ ഒരു സംശയം എൻ്റെ മനസ്സിൽ ഉദിക്കുന്നുണ്ട്. ആ വീട്ടിൽ തന്നെ, ആ വേദയുടെ മുറിയിൽ തന്നെ വിക്രം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് എനിക്കും ഇപ്പോൾ ഒരു സംശയം തോന്നുന്നു എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതിനുള്ള സാധ്യതയില്ലാന്നേ, ഞാൻ പോയി മൊത്തം നോക്കിയതല്ലേ, പിന്നെ വർഷം കയറി നോക്കിയതാ, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കാണണ്ടല്ലേ, അപ്പോൾ അവൻ എന്തായാലും ആ റൂമിലില്ല. അപ്പോൾ പക്ഷേ എന്തോ ഒരു കള്ളത്തരം വേദയ്ക്കുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇവൾക്കറിയാം വിക്രം എവിടെ ഒളിപ്പിച്ചിരിക്കുന്നതെന്നും ഇവളാണ് ഒളിപ്പിച്ചേക്കുന്നത്. അതെനിക്ക് ഇവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായതാണ്. ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും തെളിയിച്ചതിന് ശേഷം വിക്രമിനെ പുറത്തു കൊണ്ടുവരാൻ. അതാകുമ്പോൾ വാസവൻ്റെ കയ്യിൽ നിന്നും ഒരാപത്തും അവന് സംഭവിക്കില്ലല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള തത്രപ്പാടില്ല വേദ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വർഷയുടെ അച്ഛൻ പറയാണ്, ശ്രീകാന്തേ, എന്തായാലും നമുക്ക് ഒരു അറ്റ കൈയും കൂടെ നോക്കാം, പോലീസിൽ ഒരു പരാതി കൊടുക്കാം നമുക്ക്. ആ എസ് ഐനെ കൊണ്ട് നിൻ്റെ വീടൊന്ന് നമുക്ക് സെർച്ച് ചെയ്യിപ്പിക്കാം. അപ്പോൾ അറിയാലോ, എല്ലാ മുക്കിലും മൂലയിലും നോക്കുമല്ലോ, നിനക്കൊക്കെ അല്ലേ അത് പറ്റാത്തത്. ഇവരാകുമ്പോഴത്തേനും ഇവരുടെ ഡ്യൂട്ടി പ്രകാരമായതുകൊണ്ട് എല്ലാം ഇവർക്ക് അരിച്ചു പറക്കാം. എന്തെങ്കിലും ഒരു സൂചനയോ എന്തെങ്കിലും നമുക്ക് വേണ്ടുന്ന തെളിവുകളോ കിട്ടാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്തും അത് സമ്മതിക്കുകയാണേ. അങ്ങനെ ആ എസ് ഐനെ വിളിച്ച് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അങ്ങനെ ചുമ്മാതൊന്നും കയറി വന്ന് തപ്പരുത് കേട്ടോ, ഇവിടെ ഒരു ജഡ്ജിയാണുള്ളതെന്ന് ഓർത്തണം, അതുകൊണ്ട് അതിൻ്റെതായ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം വരേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ശ്രീകാന്ത്. അതൊക്കെ ശ്രീകാന്ത് സാറ് പറയേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ ഞങ്ങൾ വേണ്ട വിധത്തിൽ തന്നെ ചെയ്തോളാം. അപ്പോൾ സാറിൻ്റെ പെങ്ങളെ സംശയിച്ചിട്ടാണോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കും. അങ്ങനെ ഒന്ന് കൂട്ടിക്കോ, ആ വിക്രം ഇവിടെ ഉണ്ടോ എന്ന് ഞങ്ങൾക്കൊരു സംശയം, അതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് പോലീസുകാർ വരികയാണേ. ആ സമയത്ത് ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അല്ല വിക്രം ഇവിടെ ഉണ്ടെന്ന് ഒരു ചെറിയൊരു പരാതി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് സെർച്ച് ചെയ്യാൻ വന്ന. സെർച്ച് ചെയ്യാനോ, അതിന് കോട്ടോടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്. അല്ല വിക്രം ഇവിടാണെന്ന് ആര് പറഞ്ഞു? എൻ്റെ മകളുടെ ഭർത്താവാണ്. അതൊക്കെ ശരിയാണ്, പക്ഷെ അവളിപ്പോൾ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ അവനെ ഒളിപ്പിക്കേണ്ട കാര്യം ഞങ്ങൾക്കാർക്കുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ, സാർ അതൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ ഇത് ഒരു ഡ്യൂട്ടിയാണ് ഇവിടെ വന്ന് അന്വേഷിക്കുക എന്നുള്ളത്. വിക്രമിനെ കിട്ടിയാൽ ഞങ്ങൾ പൊക്കിക്കൊണ്ട് പോകും, ഇല്ലെങ്കിൽ ഞങ്ങൾ തിരികെ പോകും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തരുത് എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛാ അവരവരുടെ ജോലി ചെയ്യട്ടെ എന്നിങ്ങനെ പറയുകയാണേ. അങ്ങനെ ഇവർ ആ ഒരു വീടിലെ മുക്കും മൂലയും എല്ലാം അരിച്ചു പറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന വേദ പെട്ടെന്ന് തന്നെ വിക്രമിനോട് ബാത്റൂമിൻ്റെ അവിടെ ഒളിഞ്ഞിരിക്കാൻ പറയുകയാണേ. അങ്ങനെ വേദയുടെ മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ എങ്ങും ഉണ്ടാവില്ല. ബാത്റൂമിൻ്റെ ആ ഒരു റൂമിലേക്ക് ചെല്ലുമ്പോൾ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ പുറകിലായിട്ട് നിൽക്കുമായിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ വേദ കതകടയ്ക്കുമ്പോഴത്തേക്കിനും വിക്രം കഥ കടയ്ക്കുമ്പോൾ വേദയുടെ കയ്യിലേക്ക് ആ ഡോറ് വന്ന് ആഞ്ഞടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കയ്യിൽ ചെറിയൊരു ഇഞ്ചുറി ഒക്കെ സംഭവിക്കുന്നുണ്ട്. ശേഷമാണെങ്കിൽ അവിടെ സ്റ്റോർ റൂമിലേക്കുള്ളൊരു വഴി നമ്മുടെ ടോയ്ലറ്റിൻ്റെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടേക്ക് ചെന്ന് ഒളിഞ്ഞിരിക്കുകയാണ് കേട്ടോ വിക്രം. അങ്ങനെ നമ്മുടെ വിക്രമിനെ പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല കേട്ടോ. ആ സമയത്ത് തന്നെ വിക്രം അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആ വീടിൻ്റെ പുറകിലൊക്കെ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് വിക്രം മാറിയിരിപ്പുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ പോലീസുകാർ നിരാശയോടുകൂടി തന്നെ മടങ്ങാണ്. അപ്പോൾ ശ്രീകാന്തിനും ആകെ സങ്കടമാകാണ്. ശ്രീകാന്തും എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. അങ്ങനെ വിക്രമിനെ ഇവിടെ നിന്നും ലഭിക്കുമെന്ന് വളരെ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ശ്രീകാന്തായിരുന്നു. പക്ഷെ ശ്രീകാന്തിൻ്റെ എല്ലാ പ്ലാനുകളും തകർന്നു പോയി കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിൻ്റെ അടുക്കിലേക്ക് വേദ വന്നിട്ട് പറയുന്നുണ്ട്, വിക്രമിനെ കിട്ടിയോ? ഞാൻ ഇപ്പോഴും പറയുന്നു, ചേട്ടൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് തന്നെ വിക്രമുണ്ട്, പക്ഷേ നിനക്കൊന്നും പിടികൂടാൻ പറ്റില്ല. സത്യങ്ങൾ പുറത്തു വരുന്നതുവരെ വിക്രം നിന്റെ മൂക്കിൻ്റെ തുമ്പത്ത് തന്നെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് നമ്മുടെ വേദ പോകുകയാണ്. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന് ഒന്നും പറയാനോ മിണ്ടാനോ കഴിയാത്ത വിധത്തിൽ നിൽക്കുന്ന ശ്രീകാന്തിനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പോലീസുകാരാണെങ്കിൽ കമലാമ്മേനെ വഴിയിൽ തടഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് കത്തുകയാണ് കേട്ടോ. അങ്ങനെ ആളി കത്തുകയാണ്. മനസ്സിൽ വിഷമം താങ്ങാനാവാതെ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീഴുകയാണ് കേട്ടോ കമലാമ്മ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. കാര്യം ഇത്തിരി സീരിയസ് ആണെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഈ വിവരങ്ങൾ നമ്മുടെ വേദയെ വിളിച്ച് പറയാണ് ശ്രീചേട്ടത്തി. അങ്ങനെ വേദയാണെങ്കിൽ ഫോണിലെത്തിട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ.
കേട്ടോ. അങ്ങനെ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ വേദ, എന്താ പറ്റി, തൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, എന്താ വേദ, എന്താ കാര്യം, ആരാ തന്നെ ഇപ്പോൾ വിളിച്ചത് എന്ന് പറയുമ്പോൾ അത് പിന്നെ ശ്രീജേട്ടത്തിയോ, എന്തിനാ വിളിച്ചേ, എന്താ പറഞ്ഞ ശ്രീജേട്ടത്തി, അവർക്ക് അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്താ പറഞ്ഞേ, താൻ പറയടോ എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ അമ്മയൊന്ന് ചെറുതായിട്ട് തല ചുറ്റി വീണു, ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേനും പെട്ടെന്ന് ശ്രീകാന്തിന് ഞെട്ടിപ്പോവാൻ കേട്ടോ. ശ്രീകാന്തിന് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. തൻ്റെ അമ്മേനെ തൻ്റെ പ്രാണനേക്കാളേറെ സ്നേഹിക്കുന്ന ആളാണ് ശ്രീകാന്ത് അല്ല, വിക്രം. അപ്പോൾ വിക്രത്തിന് അത് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ വിക്രമിൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീര് പൊഴിയുന്നത് കണ്ടിട്ട് വേദയ്ക്കും സങ്കടമാണ്. വേദയാണെങ്കിൽ വിക്രമിനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മേനെ കാണണം, എനിക്ക് എന്തായാലും കണ്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വേദ അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. വേദ അതിന് അനുവാദം കൊടുക്കുന്നില്ല. കയ്യിൽ പിടിച്ചു നിർത്തുമ്പോൾ ഇല്ല, എനിക്ക് പോയേ പറ്റുള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഈ സമയത്ത് വേദ പറയുന്നുണ്ട്, നമ്മളിതൊക്കെ എന്തിനു വേണ്ടി ചെയ്തു കൂട്ടിയതാണ്, സത്യം പുറത്തു വരണം, അതിനു വേണ്ടിയിട്ടല്ലേ, അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ തകർത്തെറിയരുതേ. നിങ്ങൾ ഈ സന്ദർഭത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പിന്നെ തീർന്നൊന്ന് കൂട്ടിയാൽ മതി. സത്യം തെളിയിക്കാനോ യഥാർത്ഥ കുറ്റവാളികളെ കാട്ടിക്കൊടുക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല, അതുകൊണ്ടാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്ന് പറഞ്ഞാൽ എങ്ങനെ വേദ, എനിക്ക് എൻ്റെ അമ്മേനെ കാണണ്ടേ. അതോർത്ത് വിക്രം ടെൻഷൻ അടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. വിക്രം ഇപ്പം ഈ ദേഷ്യപ്പെട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എന്നൊക്കെ പറയാനോ. അങ്ങനെ പിന്നെ വേദയാണെങ്കിൽ പോകുമ്പോഴായിരിക്കും വേദയുടെ കയ്യിൽ ആ ഒരു മുറിഞ്ഞ പാട് കാണുന്നത്. ഇതെന്താണോ പറ്റിയത്, ഇതാണ് ഡോറിൻ്റെ ഇടയിൽ പോയത് എന്നിങ്ങനെ ചോദിക്കാനോ. അപ്പോൾ വിക്രമിന് ഒരുപാട് സങ്കടമാണ്. വിക്രം കാരണമാണ് അതൊക്കെ സംഭവിച്ചത്. വേദയോട് പറയുന്നുണ്ട്, എന്നോട് താൻ ക്ഷമിക്കില്ലേ, ഞാൻ കാരണം തനിക്ക് ഒരുപാട് പ്രയാസങ്ങളും ഇപ്പോഴും പ്രതിസന്ധികളും വിട്ടുമാറാതെ നിൽക്കല്ലേ, അതുകൊണ്ട് എന്നോടൊന്ന് ക്ഷമിച്ചേര്, ഞാൻ ഒന്നും വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ല എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇതൊക്കെ എൻ്റെ കടമകളല്ലേ, അതൊന്നും സാരമില്ല, പിന്നെ എല്ലാവർക്കും ഒരു ആക്സിഡൻറ്റ് ഇടയ്ക്ക് സംഭവിക്കില്ലേ, അങ്ങനെ ഒന്നും സംഭവിച്ചാന്ന് കരുതിയാൽ മതി, ഇത് ഇത്ര കാര്യമാക്കാനൊന്നുമില്ല, പിന്നെ നല്ല വേദനയുണ്ട്, അതൊക്കെ അങ്ങ് മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദയും പോകാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അങ്ങനെ വിക്രത്തിൻ്റെ സങ്കടം കാണുമ്പോൾ വേദ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും അമ്മേനെ പോയി കാണാം, അത് രാത്രി മതി, പകലാകുമ്പോൾ അത്ര സേഫല്ല, അതുകൊണ്ട് പിന്നെ മുഖംമൂടി ധരിച്ചു മതി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, എല്ലാവരും ഒന്ന് ഉറങ്ങിക്കഴിയട്ടെ, അതുവരെ വിക്രം ഒന്ന് ക്ഷമിക്കുക, ഞാനും കൂടെ വരാം, ഞാൻ പറയുന്നത് കേട്ടണം, അവിടെ വെച്ച് തന്നെ ഇഷ്ടമൊന്നും കാട്ടിക്കൂട്ടിയേക്കല്ലേ എന്നൊക്കെ പറഞ്ഞ വാക്ക് മേടിച്ചിട്ടായിരിക്കും കേട്ടോ വേദ വിക്രമിനെ കൂട്ടി പുറത്തിറങ്ങുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു സ്കാർഫൊക്കെ വെച്ച് മൂടിയിട്ടുണ്ട് വിക്രം. തൻ്റെ ഫേസ് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോർ തുറക്കുമ്പോൾ വിക്രമിനെ കാണുമ്പോൾ അന്തം വിട്ട് നിൽക്കാനുണ്ടോ നമ്മുടെ മാഷ് പെട്ടെന്ന് തന്നെ വാരിപ്പുണരുകയാണ്. അങ്ങനെ വിക്രമിനെ ചേർത്ത് പിടിക്കാനുട്ടോ. വേദേനെ കമലാമ്മ ഇവരെ കണ്ട ഉടനെ സന്തോഷപൂർവ്വം എണീറ്റ് വന്നിരുന്ന് കെട്ടിപ്പിടിക്കാനുട്ടോ. കമലാമ്മയുടെ എല്ലാ അസുഖം ആ ഒരു നിമിഷത്തിൽ മാറിയെന്ന് തന്നെ പറയാം. അതുപോലെ കമലാമ്മ തൻ്റെ മകനെ കണ്ട് സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുവാനുട്ടോ വാരിപ്പുണരുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നന്ദിനിയൊക്കെ അന്തം വിട്ടിരിക്കുകയാണ്. ഇത് എവിടുന്ന് പൊട്ടും വിളിച്ചു ഈ വിക്രമെന്ന്. അങ്ങനെ നന്ദിനി ചോദിക്കുന്നുണ്ട്, അപ്പോൾ വേദയാണല്ലേ വിക്രമിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, എത്ര നാളിങ്ങനെ ഒളിപ്പിച്ച് വെക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, അത് കേസ് തെളിയുന്നിടം വരെ, കേസിൽ വിക്രം കുറ്റക്കാരനല്ല എന്ന് തെളിയുന്നത് വരെ വിക്രമിനെ ഞാൻ ഒളിപ്പിച്ചു വെക്കും. അല്ല, വിക്രം എവിടെയാണുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ അതങ്ങൊരു ദൂരെ ഒരു സ്ഥലത്ത്, അതെവിടാന്നൊന്നും ഇപ്പം പറയില്ല, പറഞ്ഞാലേ നന്ദിനിയേട്ടത്തി ടെലിവിഷൻ ആയതുകൊണ്ട് എല്ലാവരോടും പറഞ്ഞെടുക്കും, ഒരു റേഡിയോ പതിപ്പാണല്ലോ, അതുകൊണ്ട് എല്ലാവരോടും പറഞ്ഞെടുക്കും, അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാനൊന്നുമില്ല. വിക്രം ഒരു സേഫായ സ്ഥലത്ത് തന്നെയാണുള്ളത്, വിക്രമിനെ ആരും കണ്ടുപിടിക്കുകയോ തിരയുകയോ ഒന്നുമില്ല, സമയസമയത്ത് ആഹാരവും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്, അതോർത്ത് നന്ദിനിയെ എടുത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നന്ദിനി എവിടെയാണെന്ന് ചോദിച്ചറിയാനുള്ള പ്ലാനിങ് ആയിരുന്നു, അത് പൊളിച്ചടുക്കി കൊടുത്തു കേട്ടോ നമ്മുടെ വേദ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് തിരികെ വീട്ടിലെത്തുന്ന വിക്രം പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനമാക്കണം, എൻ്റെ വീട്ടുകാരെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ അതിനൊരു അറുതി വരണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ദീപ്തിയാണെങ്കിൽ റൂമിലേക്ക് വരികയാണ്. ആ ഒരു സമയത്ത് വേദ പറയുന്നുണ്ട്, ഇനി ദീപ്തിയുടെ ഒരു സപ്പോർട്ട് കൂടി നമുക്ക് വേണം, അതുകൊണ്ട് ദീപ്തി അറിയട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ നമ്മുടെ വിക്രം ടോയ്ലറ്റിലായിരിക്കും. പെട്ടെന്ന് ദീപ്തി വന്നതിന് ശേഷം ടോയ്ലറ്റിൽ നിന്ന് വിക്രമിനെ പിടിച്ച് താങ്ങി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന ദീപ്തി അങ്ങ് ഞെട്ടിപ്പോവുകയാണ്, ഇതെന്താ ചേച്ചി കാട്ടണേ, ഇവിടെ ഉണ്ടായിരുന്ന വിക്രം ചേട്ടൻ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ആദ്യമൊക്കെ ഒരു ദേഷ്യവും പരിഭ്രമവും ഒക്കെ കാണിച്ചിരുന്നെങ്കിലും വേദ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വിക്രമാണെങ്കിൽ നമ്മുടെ ദീപ്തി ആണെങ്കിൽ വിക്രമിനോട് ചെറിയൊരു മനസ്സലിവൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമല്ല തെറ്റുകൾ ചെയ്തെന്ന് ചെറിയൊരു ബോധ്യമൊക്കെ നമ്മുടെ ദീപ്തിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ
വേദ പറയുന്നുണ്ട്, ഒരാളെ തെളിവുകളില്ലാതെ നമ്മൾ ക്രൂശിക്കരുത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം മാത്രമേ കുറ്റവാളിയായ നമുക്ക് കണ്ടെത്താനാകുള്ളൂ. ഇവിടെ പല പ്രതികാരദാഹികളും ഉണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഓരോരുത്തരെ കുരുക്കിലാക്കാൻ വേണ്ടി ഓരോ കഥകൾ കെട്ടിച്ചമയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ മനസ്സിലാക്കണം. വരുണിൻ്റെ യഥാർത്ഥ കൊലയാളിയെ തിരികെ കൊണ്ടുവരണം. അതിന് നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം. നീ ഇപ്പോൾ വിക്രം ഇവിടെയുള്ള കാര്യം മറ്റാരെയും അറിയിക്കരുത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ടും നീ തരണം. നിനക്ക് മുൻപിൽ ഈ ചേച്ചി കാണിച്ചു വരുണിനെ കൊന്ന ആ യഥാർത്ഥ കൊലയാളി എന്നൊക്കെ പറയാനുട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ പൊട്ടി കരയാനോട്ടോ ദീപ്തി. അങ്ങനെ അപ്പോൾ വിക്രം പറഞ്ഞിട്ട്, മോളെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നിനക്ക് തന്നെ അറിയാമല്ലോ, ഞാൻ അങ്ങനെ ചെയ്യൂ, നീ എൻ്റെ അനിയത്തിയല്ലേ. അതുപോലെ തന്നെ വരുണിനെ അന്നേ ദിവസം കൂടി ഞാൻ രാവിലെ കണ്ടതേ ഉള്ളൂ, ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചതേ ഉള്ളൂ, പിന്നെ അവനെ ഞാൻ എന്തിനാ കൊല്ലുന്നത് എന്നൊക്കെ പറയാനുട്ടോ. അപ്പോൾ ദീപ്തിക്ക് ചെറിയൊരു മനസ്സിലൊക്കെ തോന്നി തുടങ്ങിയ ദീപ്തിക്ക് ചെറിയൊരു വിശ്വാസമൊക്കെ തോന്നി തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപ്തിയാണെങ്കിൽ വാസുവിനെ കാണാൻ ചെല്ലുന്നുണ്ട്. അതൊക്കെ നമ്മുടെ വേദയുടെ നിർദ്ദേശപ്രകാരമായിരിക്കുമേ. അങ്ങനെ വാസുവിനെ കാണാൻ ചെല്ലുമ്പോൾ വാസുവിനാണെങ്കിൽ വിക്രത്തിനെ കൊല്ലാനുള്ള ഏർപ്പാടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ദീപ്തി പറയുന്നുണ്ട്, വിക്രം ചേട്ടനാണ് കൊന്നതെന്ന് നമുക്ക് തീർത്ത് പറയാൻ ആവില്ല, ആരൊക്കെയോ കണ്ടു എന്ന് മാത്രമല്ല പറയുന്നത്, അത് ചിലപ്പോൾ ശത്രുക്കളാണെങ്കിലോ ഇതിന് പിന്നിൽ മറ്റൊരു കൊലയാളി ഒളിച്ചിരിപ്പിട്ടല്ലോ, അതാരാന്ന് നമുക്കറിയണ്ടേ, എന്തിനു വേണ്ടിയിട്ടൊക്കെ കൊന്നതെന്ന് നമുക്കറിയണ്ടേ. അതുകൊണ്ട് ഇപ്പോൾ വിക്രം ചേട്ടനെ അച്ഛൻ വെറുതെ വിടണം. അതുപോലെ തന്നെ വിക്രം ചേട്ടൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായി ശിക്ഷ കൊടുക്കുക എന്നല്ലാതെ തെറ്റ് ചെയ്യാത്ത ഒരാളെ ഒന്നും ചെയ്യാൻ നിൽക്കരുത് എന്നൊക്കെ പറയാനോട്ടോ. ആ സമയത്ത് വാസം പറഞ്ഞിട്ട്, ഇല്ല, അവൻ്റെ ആ ഷർട്ട് എല്ലാവരും കണ്ടതാ, അതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചതെന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഇത് വിക്രം ചേട്ടനെ ചതിച്ചതാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ കുറ്റവാളി നമുക്ക് ഉടനെ തന്നെ കണ്ടുപിടിക്കാം. ആ ഒരു സമയത്ത് മാത്രമേ ആരാണോ കുറ്റവാളി അയാളെ ആക്രമിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയാനോട്ടോ. അങ്ങനെ വിക്രമിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു തരാനും വിക്രമാണോ തെറ്റുകാരൻ എന്നറിയാതെ വിക്രമിനെ ദ്രോഹിക്കരുതെന്നൊക്കെ ഉള്ളൊരു അപേക്ഷയുമായിട്ടായിരിക്കട്ടോ ദീപ്തി വരുന്നത്. ആ ഒരു ദീപ്തിയുടെ വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ വരുണിൻ്റെ അമ്മയ്ക്കാണെങ്കിലും ഒരുപാട് സങ്കടമാകുകയാണ്. അങ്ങനെ വാസുവിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. വാസുവിനും പറയണം, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, എൻ്റെ മകനെ കൊന്നത് ആരാണോ അവൻ്റെ മരണം ഈ കൈകൊണ്ടായിരിക്കും, അത് മാത്രമേ ഉള്ളൂ, എനിക്ക് ഒരു കോടതിക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയാനിട്ടോ. ഇതൊക്കെ കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദീപ്തി അവിടെ നിന്നും ഓടി പോവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത്, അങ്ങനെ വേദയാണെങ്കിൽ ദർശനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദർശനോട് നടന്ന സംഭവങ്ങളും പിന്നെ അതുപോലെ തന്നെ വിക്രം തൻ്റെ ഒപ്പമുണ്ടെന്നുള്ള കാര്യങ്ങളും എല്ലാം തന്നെ പറയാണ്. ഈ സമയത്ത് നല്ലൊരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ദർശൻ പകർന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ വേദയ്ക്ക്. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, നമുക്ക് തെളിവുകളാണ് അത്യാവശ്യം, തെളിവുകളാണ് വേണ്ടത്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിക്രം കുറ്റവിമുക്തനാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പുള്ളിക്കനെ കാണാനും അന്നേ ദിവസത്തെ ആ ഒരു പ്രദേശത്തുള്ള CCTV അന്വേഷിക്കുകയും അതൊക്കെ കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ അവസാനം CCTV ദൃശ്യങ്ങളിലൂടെ തന്നെ വിക്രമല്ല കൊന്നത് എന്നുള്ള റിപ്പോർട്ട് 100% അത് കിട്ടുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാണ്. ആ ഒരു സമയത്ത് ഈ തെളിവുകളൊക്കെ വേദം നിരത്തുമ്പോൾ ഒന്നും മിണ്ടാനാവാതെ നിൽക്കുകയാണ് കേട്ടോ എതിർകക്ഷികൾ. അതായത് വിക്രമിനെ കണ്ടു എന്ന് പറയുന്ന പുളിക്കനെയും ഒക്കെ തകർത്ത് വാരുന്നുണ്ട് കേട്ടോ നമ്മുടെ വേദയാണെങ്കിൽ. അങ്ങനെ ആ ഒരു ദിവസം വിക്രം മാറി നിന്ന ആ ഒരു സമയക്രമവും അതുപോലെ തന്നെ വിക്രം കൂട്ടുകാരോടൊപ്പം കൂടി കളിക്കുന്നതിൻ്റെ അവിടുത്തെ ആ ഒരു CCTV ദൃശ്യം ഒക്കെ തന്നെ വേദ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കോടതിക്ക് ബോധ്യപ്പെടുത്തുന്ന വിധം പ്രസൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെ കോടതി അവസാനം വിക്രമിനെ വെറുതെ വിടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ചോദ്യങ്ങളെല്ലാം ചെന്നെത്തുന്നത് ശ്രീകാന്തിൻ്റെ മുൻപിലായിരിക്കുവേ. അങ്ങനെ ശ്രീകാന്ത് തെറ്റുകാരനാണ് എന്ന് മനസ്സിലാക്കാൻ കേട്ടോ നമ്മുടെ വേദ. പക്ഷേ ശ്രീകാന്തിനെ കാട്ടിക്കൊടുക്കാൻ വേദയ്ക്ക് ഒട്ടും തന്നെ മനസ്സ് വരുന്നില്ല. എത്രയൊക്കെ പറഞ്ഞാൽ തൻ്റെ ഏട്ടനല്ലേ, അതുകൊണ്ട് ശ്രീകാന്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ വേദയുടെ ഉള്ളിലുണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ശ്രീകാന്താണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചെന്ന് വേദ ആരോടും പറയുന്നില്ല. പക്ഷേ വിക്രം അത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വേദ സത്യം പറയുന്നുണ്ട്, ചേട്ടൻ തന്നെയാണ് കൊന്നത്, ചേട്ടൻ തന്നെ ഏർപ്പാടാക്കിയ ആളാണ്, അത് 100% ഉറപ്പ്. പക്ഷേ ഞാനിപ്പോൾ ഇത് പറഞ്ഞാൽ ചേട്ടന് വർഷങ്ങളോളമുള്ള തടവ് ശിക്ഷയായിരിക്കും ഫലമായി ലഭിക്കുക. എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഏട്ടനല്ലേ, എന്നെ ഇഷ്ടമല്ലെങ്കിൽ പോലും എന്നെ ഒരുപാട് കൊണ്ടു നടന്നിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വിക്രമിനും ഒരുപാട് സങ്കടമാകുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദ കേസൊക്കെ തെളിയിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ശങ്കരൻ നാരായണൻ അവസാനം വേദയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ യഥാർത്ഥ കുറ്റവാളി ആരാണ്, അത് മാത്രം നീ പറഞ്ഞില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. ആ സമയത്ത് വേദ പറയുന്നുണ്ട്, അതൊക്കെ അച്ഛൻ്റെ കൺമുന്നിൽ തന്നെ ഉള്ളവരിൽ ഒരാളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ വിധിയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ആ പേരൊക്കെ പറയാൻ പോയാൽ അയാളുടെ കുടുംബം തന്നെ പട്ടിണിയാകും, അതുകൊണ്ടാണ്, പിന്നെ കുഞ്ഞുങ്ങൾ, അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ പറയാത്തത് എന്നൊക്കെ പറഞ്ഞ് ചില ഡയലോഗുകളൊക്കെ കെട്ടിയടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ
വേദേനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി മാസമായിട്ട് തന്നെ ബുള്ളറ്റിൽ വന്ന് ഇറങ്ങാൻ കേട്ടോ വിക്രം. ആ സമയത്ത് പോകരുത് മോളെ എന്ന് പറയണമെന്ന് ശങ്കരനാരായണനുണ്ട്. എങ്കിലും ശങ്കരനാരായണൻ ഒന്നും മിണ്ടാനാവാതെ അങ്ങനെ നിൽക്കാൻ കേട്ടോ. അമ്മയാണെങ്കിൽ പൊട്ടിക്കരയാണ്. അങ്ങനെ നമ്മുടെ ശങ്കരനാരായണനാണെങ്കിൽ പറയുന്നുണ്ട്, നീ പോകണ്ട, നീ ഇവിടെ തന്നെ നിന്നാൽ മതി, നിൻ്റെ പഠിപ്പൊക്കെ പൂർത്തീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല എനിക്ക് പോയേ പറ്റുള്ളൂ ഇന്ന് അണ്ണസിക്ക് ഇന്ന് ഒരു കാര്യം അച്ഛൻ അറിഞ്ഞിരുന്നു. അച്ഛൻ്റെ മോൻ കാരണമാണ് ഞാനിവിടെ വന്നത്. അവിടുത്തെ അച്ഛനെ തട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഞാനിവിടേക്ക് വന്നത്, അല്ലാതെ എൻ്റെ മനസ്സോടുകൂടിയല്ല. ഞാൻ എന്നും വിക്രമിൻ്റെ ഭാര്യയായിരിക്കും അച്ഛ. ആ ബന്ധത്തിൽ നിന്ന് അടർത്ത് മാറ്റാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ജീവിക്കേണ്ടല്ല, ഞാൻ പോവുകയാണ്. നിങ്ങളെ ആരെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. എൻ്റെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു, ഞാൻ ഇനി തിരികെ അവിടേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് വേദ നിറക്കണ്ണുകളോട് ഇറങ്ങാൻ കേട്ടോ. നമ്മുടെ വിക്രമാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് തന്നെ വേദനും സ്വീകരിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഇവർ പറഞ്ഞത് കാണുമ്പോൾ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാനോട്ട് ശ്രീചേട്ടത്തിയും കമലാമ്മയും കൂടെ. അങ്ങനെ പിന്നീട് അന്നത്തെ ദിവസം ഇവർക്ക് മണിയറയൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ അമ്മേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം കലങ്ങി തെളിഞ്ഞ് ഇന്നലെ സന്തോഷത്തോടു കൂടി നിങ്ങൾ തിരികെ എത്തിയത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടേതാണ്. എനിക്കറിയാം നിങ്ങളുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഒന്നും എത്തിയിട്ടില്ലാത്ത ഒരു ജീവിതമാണ്. പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് എല്ലാവരുടെ മുൻപിൽ അഭിനയിക്കുന്നു എന്നത് മാത്രം. പക്ഷേ ഇനി അങ്ങനെയല്ല, യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇനി ഞങ്ങൾക്ക് മുമ്പിൽ ജീവിച്ച് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്മ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും മുറിയിലേക്ക് അയക്കുന്നത്.